ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു വിൻറ്റേജ് കാറാണ്. 1950 മോഡൽ 2 ഡോർ മോറിസ് മൈനറാണ്. റെയറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചില വണ്ടികളിൽ ഒന്നാണ് ഈ മോറിസ് മൈനർ. നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് ആ സ്മോൾ ഗ്രില്ലാണ്. 2 ഹെഡ് ലാമ്പ്സിനിടയിൽ വരുന്ന ആ സ്മോൾ ഗ്രില്ല്. ആ ഗ്രില്ലിന് മുകളിലായിട്ടൊരു മോറിസിൻ്റെ ബാഡ്ജിങ്ങും കാണാം. ഫുള്ളി ക്ലാസിക് ഫീൽ നൽകുന്ന ഒരു ഫ്രണ്ട് ഭാഗമാണ് ഇതിനുള്ളത്. ഈ മോറിസ് മൈനർ വളരെ ചെറിയൊരു വണ്ടിയാണ്, കാരണം അത് ഏത് സ്ഥലത്തും ഒരു കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ളതാണ്. ഇതിൻ്റെ ഗ്ലാസ് വരുന്നത് 2 പാർട്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ്. ആ പാർട്ടീഷൻ ചെയ്ത ഗ്ലാസ് വണ്ടിയുടെ ക്ലാസിക് ലുക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നോക്കാം. സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവും സ്റ്റൈലിഷും ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ആ ഒരു ക്ലാസിക് ഫീൽ നമുക്കിതിൻ്റെ സൈഡിൽ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവാം. നമ്മളിതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ വോൾസ്വാഗൻ ബീറ്റിൻ്റെ ഒക്കെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിൽ അധികം ലൈറ്റും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് 2 സൈഡിലും ബ്രേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 ബ്രേക്ക് ലൈറ്റ്സ് ആണ് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ളൊരു ബൂട്ടാണ് വരുന്നത്. ലഗേജൊക്കെ നല്ല സുഖമായിട്ട് കൊള്ളുന്നതിനുള്ളിൽ. ബൂട്ടിൻ്റെ അപ്പുറത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്യൂൽ ലിഡ് വരുന്നത്. അതിൻ്റെ ഫ്യൂൽ ലിഡിൻ്റെ ക്യാപ്പ് പോയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാണത്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളും എല്ലാം പഴയ ഒരു ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു മോറിസിൻ്റെ ബാഡ്ജിങ്, അത് കഴിഞ്ഞിട്ട് AC വെൻസ് കാണാം. AC വെൻസ് സ്റ്റീലിൻ്റെ ഒരു കോട്ടിങ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടാണ്. ബാക്കി കീടാനുള്ള സ്ഥലവും ബാക്കി സ്വിച്ചസും അവിടെ ഉണ്ട്. ഇതിൻ്റെ സ്റ്റയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ക്ലാസിക്കായിട്ടുള്ള സ്റ്റയറിങ് വീൽസാണ്. ഇതിൻ്റെ സ്പീഡോമീറ്ററും ഫ്യൂവലും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ ലെഗ് സ്പേസും കാര്യം പറയുകയാണെങ്കിൽ ലെഗ് സ്പേസൊക്കെ വളരെ കുറവാണ്. ഒരു ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് അത്രയും സ്പേസും കാര്യവും ഉള്ളിൽ കൊടുത്തിട്ടുള്ളൂ. ഇത് വണ്ടി 2 ഡോർ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ആ ഫ്രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണം ബാക്ക് സീറ്റിലേക്ക് കയറാൻ. ഇതിൻ്റെ എൻജിൻ വരുന്നത് സൈഡ് വാൾവ് 4 സിലിണ്ടർ എൻജിനാണ്. ഈ വണ്ടി ഇപ്പോൾ സെയിലിന് വെച്ച വണ്ടിയാണ്. ഈ വണ്ടി വാങ്ങാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 lakhs ആണ്. താങ്ക് യു ഗൈസ് വാച്ചിങ് ഫോർ ദിസ് വീഡിയോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ബൈ.